ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഒരു കല്യാണത്തിന് പോവാണ് ഗായ്സ്. നമ്മുടെ ധനന്തനിയോടെ ഒരുങ്ങി നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. രണ്ട് വൈബ്, ഞങ്ങൾ രണ്ട് വൈബാണ് ഗൈസ് ഇന്ന്. വൺ വിത്ത് ദേശി വൈബ്, വൺ വിത്ത് മോഡേൺ വെസ്റ്റേൺ വൈബ്. അതിന്റെ ഒരെണ്ണം ശ്രീനാരായണ ഗുരു. അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയിലൊക്കെ കേറി പോരാളിയോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോ ചിരിച്ച ചിരിയാണ് ഗൈസ് ഇത്. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്താ കുറക്കുന്നതെന്നും പറഞ്ഞ് അച്ഛനും അങ്ങ് ചിരിച്ചേച്ച്. അപ്പം നമ്മൾ കായംകുളത്തേക്കായിരുന്നു പോകുന്നത്. അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്യുമായിരുന്നു. ഗൈസ് ഈ വണ്ടിയിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ആടി കളിക്കുന്ന കുരങ്ങൻ കുട്ടനായിരുന്നു. ഇത്ര നേരം പാട്ട് വെച്ചേക്കുവാ ഈ പാട്ട്. എന്നിട്ട് നമ്മുടെ മാമൻ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ്. പാട്ട് കേട്ടപ്പോഴേ ധ്യാനുട്ടനെ എടുത്ത് നമ്മൾ വൈബാക്കാൻ തുടങ്ങി ഗൈസ്. നിന്ന് കളിക്കാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുന്ന് സ്റ്റെപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. പോകുന്ന വഴി കുറേ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ കവർ ചെയ്തു. അന്തസ്സായിട്ട് പുറത്ത് വ്യൂവും കണ്ടു ഒറ്റയ്ക്കിരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നത് ധനന്തനെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. അമ്മമാരൊന്നും ഇപ്പോൾ പഴയ പോലെയല്ല ഗൈസ്. വിക്ടറി കാണിക്കാൻ പറയുമ്പോൾ അപ്പം തന്നെ വിക്ടറി കാണിക്കും. നിന്ന് വീഡിയോ എടുത്തെടുത്ത് ഞാനിപ്പോൾ അമ്മയുടെ മടിയിലിരുന്നാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. എല്ലാ ഫാമിലിയിലും കാണത്തില്ലേ വൈബായിട്ടൊരു ചിറ്റ, അതുപോലെ ഞങ്ങൾക്കുള്ളതാണ് ഗൈസ് ദേ ഇരിക്കുന്ന ഈ മുതൽ. ഗൈസ് വാണിമോളെ പിടിച്ച് പുന്നാരിപ്പിക്കുന്ന മാമിനെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ കല്യാണത്തിന് കളിക്കാനായിട്ടുള്ള പാട്ട് നമ്മൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേറൊരു പാട്ട് വന്നത് നമുക്കിഷ്ടമുള്ള. ധനന്തനൊപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലിരുന്ന് ടാബ് വെച്ചുകൊണ്ട് തന്നെ കളിക്കാൻ അങ്ങ് തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ഈ പാട്ട് ഇഷ്ടമാണോ ഗൈസ്? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഒക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ വരുന്നു ഗൈസ്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോയി. നമ്മൾ ഈ ടാബ് ചുന്ദരിയായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് പെണ്ണും ചെക്കനും പോലും എത്തിയിട്ടില്ല. ആഹാ ബ്യൂട്ടിഫുൾ. ഇനി എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ? അപ്പൊ വേറെന്താ, നമുക്ക് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ നിന്നപ്പോഴാണ് പേരമ്മയും പേരപ്പനും കൂടെ 1-2 ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചത്. പിന്നെന്താ, അപ്പൊ തന്നെ ഞാൻ നേരെ വാണിമോളെ പിടിച്ച് അവരുടെ ക്യാമറമാൻ ആക്കി കൊടുത്തു ഗൈസ്. ഇത് വെച്ച് ഫോട്ടോ കാണുമെന്ന് എടുത്തെടുത്ത് അങ്ങനെ നമ്മുടെ ഫോട്ടോസ് അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് നമ്മൾ അമ്മമാരെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. ക്യാമറമാൻ ചേട്ടന്മാരോട് നിൽക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ അകത്ത് കയറാനായിട്ട് ചെന്നപ്പോഴാണ് ഈ ഡെക്കറേഷൻ കാണുന്നത്. എൻ്റെ ഗൈസെ ഒരു രക്ഷയില്ലായിരുന്നു, നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ധ്യാനുട്ടനെ വിളിക്കാൻ പോയപ്പോഴാണ് അവൻ നല്ല ഓട്ടമായിരുന്നു. ധനന്തനുവിന്റെ 2 സിംഗിൾ പിക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോ ധ്യാനൂട്ടം വന്ന് അടിച്ചിട്ടോടി. പിന്നെ അച്ഛന്മാരുള്ളതുകൊണ്ട് അവൻ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നു. ധനന്തനുവിന്റെ എക്സ്പ്രഷൻ കണ്ടാലറിയാം അവനുള്ള വടയും ചായ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന്. ധ്യാനൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ധനന്തനു എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നത്. അയ്യോ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോയി, അകത്തെ കാഴ്ചകൾ നമുക്ക് കാണണ്ടേ. എൻട്രൻസ് പോലെ തന്നെ നല്ല രസമായിട്ട് അവർ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് ഫുഡിലോട്ടാണല്ലോ. അതുകൊണ്ട് ഫുഡ് കൗണ്ടർ നോക്കി ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ഈ അങ്കിളിനെ ശ്രദ്ധിക്കുന്നത്. വയലം വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു അങ്കിൾ വായിച്ചുകൊണ്ടിരുന്നത്. അങ്കിള് നടന്ന് വയലം വായിക്കുന്ന കണ്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ കറക്റ്റ് അങ്കിള് പോയി ഒളിച്ചിരുന്നു ഗൈസ്.
അങ്ങനെ ഈ ആങ്കർ ചേച്ചി വന്ന് നമ്മുടെ ന്യൂലി വെഡ്സിനെ സ്വാഗതം ചെയ്തു. അവരുടെ എൻട്രിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു ഗൈസ്. കേക്ക് കട്ട് ചെയ്തപ്പോഴാണ് ഒരു പോപ്പർ മാത്രമേ പൊട്ടിയുള്ളൂ. അപ്പൊ അങ്കിള് വന്നത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഗൈസ്. കൺഫ്യൂഷൻ 2 ഫുഡ് കോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. പിന്നെ ക്യൂ കുറഞ്ഞതിൽ പോയി ഞങ്ങളങ്ങ് നിന്ന്. ആദ്യം നമ്മൾ 2 കുഞ്ഞു പൊറോട്ട വാങ്ങിച്ചിട്ട് നേരെ പോയി നിന്നത് പുട്ടിൻ്റെ സെക്ഷനിലാണ്. അവിടെ ആണെങ്കിൽ പല കളർ പുട്ട്. അങ്ങനെ 2 പുട്ടും എടുത്ത് ബിരിയാണി എടുത്തുകൊണ്ട് ഞങ്ങളങ്ങ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ 2 ആ ഒരാളെ ശ്രദ്ധിക്കുന്നത് ഗൈസ്. ആരാണെന്നല്ലേ? അങ്ങനെ ബിരിയാണിയൊക്കെ അകത്താക്കിയിട്ട് നമ്മൾ നേരെ പോയത് ഐസ്ക്രീമും കേക്കും ഒക്കെ വാങ്ങിക്കാനാണ് ഗൈസ്. അങ്ങനെ ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഗൈസ് ധനന്തരൻ്റെ മുഖത്താണ് കാണുന്നത്. ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ആരും നോക്കല്ലെന്ന് പറഞ്ഞുള്ള നടപ്പായിരുന്നു ധ്യാനുട്ടൻ്റെ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാരൻസിൽ ചെന്ന് നിന്നത് തന്നെ ഫ്രണ്ടിൽ വയലൻ വായിക്കുന്ന സ്ഥലത്തായിരുന്നു. ബീനാൻ്റെ ആണെങ്കിൽ ട്യൂണിനനുസരിച്ച് തന്നെ തലയൊക്കെ ആട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ധനന്തനും ആണെങ്കിൽ ക്യാമറ ഓൺ ആണെന്ന് പോലും അറിയാതെ അവിടെ നിന്ന് ഡാൻസ് കളിക്കും. അങ്ങനെ താഴത്ത് നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച് സ്റ്റേജിൽ അങ്ങ് കയറ്റി. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണ് കേസ് പോകുന്നത്. കാട്ടിത്തറ കേസ് ധനന്തരൻ്റെ കൺസിഡർ കേസ്. കമ്മലെവിടെ വെച്ചേ? ഡാൻസ് കണ്ടപ്പോൾ കൊച്ചിന് അതെ ഡാൻസ് മുഖ്യമില്ലേ. പിന്നെ നോക്കിയത് പോലെയില്ല. പിന്നെ ഞങ്ങൾ പിന്നെ ചെന്ന് ഫോട്ടോ എടുത്തപ്പോൾ തപ്പിയെടുത്തു. ഞാൻ മുടിയും കൂടെ പറിച്ചാണ് കമ്മല് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് മുടി അവസാനം നമ്മളൊരു ചായ കൂടെ കുറിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ ഒന്ന് ലൈൻ പിടിക്കുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബൈസ് അകമേന്ന് കണ്ടു കഴിഞ്ഞാൽ കാണിക്കൂ. എന്തായാലും ഇത് നാളെ ഞാൻ പോയി. ഇപ്പൊ ചേച്ചിയുടെ വണ്ടി എടുക്കുന്നു. ഇപ്പൊ നമ്മൾ സ്പോട്ടിൽ തട്ടിപ്പോയനെ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് വണ്ടി കയറി. പാട്ട് കേട്ടപ്പോൾ ഇങ്ങോട്ട് ഇരുന്ന് വന്ന പോലെയല്ല, നമ്മൾ നിന്ന് തുള്ളാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ അച്ഛന്മാരെല്ലാവരും തുള്ളി വൈബാക്കി. അമ്മമാരവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് തന്നെ നമ്മൾ അമ്മമാരുടെ അടുക്കലോട്ട് പോയി അവർക്ക് വേണ്ടി ഒരു പാട്ടും വെച്ച് അവരെ അങ്ങ് വൈബാക്കി. പണ്ടെന്നും സൂര്യനൊടിച്ചിരുന്നു. കനവിനുള്ളിൽ നാട്ടൂരി പുതിരിയുണ്ട്. നാമപ്പുറം പോലെ കൊത്തി വരും മാമക്കിളികളുണ്ട്. അമ്മയുടെ പാട്ടിൽ അച്ഛനെ പോയി കളിച്ചാലോ? നമ്മളങ്ങനെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് നൈറ്റ് വ്യൂ ആസ്വദിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.